Hello guys, welcome back to my YouTube channel Sagar's World. എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ നാളായാലും കണ്ടിട്ട്. നോക്കിയേ മരം കയറിപ്പുണ്ട്. ഇപ്പൊ ഇന്ന് എന്താണ് ചെയ്യാൻ പോണെന്ന് അറിയോ? ഇന്ന് ഞങ്ങളും എന്റെ അച്ഛൻ കൂടെ ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. ഈ പോട്ടും ഈ ചെടിയും അവിടെ കുറെ സാധനം നിരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മള് ഇച്ചിരി മീനും ഇടും. കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാഷ്യോ പോണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി വലിയൊരു പോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് വിത്തൗട്ട് ഹോളുള്ളൊരു പോട്ടാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ വെക്കുന്ന ഒരു ചെടിച്ചട്ടിയാണ്. ഇത് വലിയ വലിയ ഹോൾസാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മീൻ ഇടുന്നുണ്ട്. അപ്പോൾ മീൻ കയറിയിരിക്കാനും ബ്രീഡാവാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഹോൾ ഇട്ടിരിക്കുന്നത്. വലിയ ഹോൾ ഇട്ടിരിക്കുന്നത്. ഇതിങ്ങനെ അത് തന്നെ ഇതിൻ്റെ മേലിൽ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മേളിലാണ് ഈ ചട്ടി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ചട്ടിയിൽ നിങ്ങൾ നോക്കിയാൽ കാണാം വളരെ ചെറിയ 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 ഹോൾസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ മണ്ണല്ല നിറയ്ക്കാൻ പോകുന്നത്, വേറെ കുറച്ച് സാധനങ്ങൾ നിറച്ചിട്ട് അത് വെള്ളത്തിൻ്റെ അകത്താണ് ശരിക്കും പറഞ്ഞാൽ റൂട്ട് വളരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഹോളിട്ട് ഇങ്ങനെ എടുക്കുന്നത്. സാധാ പ്ലാസ്റ്റിക് ഒരു പോട്ടാണ്, നിങ്ങൾക്ക് വാങ്ങിച്ചതുപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ 3 ചെടികളാണ് നമ്മളിവിടെ ഈ പോണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ചെടികളെല്ലാം ഇങ്ങനെ ഇതുപോലെ മണ്ണിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ മണ്ണെല്ലാം മാറ്റി വേരൊക്കെ നല്ലോണം വാഷ് ചെയ്ത് നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ വെള്ളം കലങ്ങാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതുപോലെ നമ്മളെല്ലാ ഈ ചെടികളും ക്ലീൻ ചെയ്തെടുക്കണം. ഈ പിള്ളേർ താമസിക്കുമെന്ന് അറിയില്ല, ഈ പിള്ളേർ ചെയ്യാൻ സംഭവിക്കുമെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നോക്കാം. വരും ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മളിപ്പോൾ കുറച്ച് കരി എടുത്തിട്ടുണ്ട്, പേബിൾസ് ഉണ്ട് വൈറ്റ്. ഇത് സാധാരണ നമ്മുടെ മണ്ണ് ഞാൻ വീട്ടിലെ ബാക്ക് യാർഡിൽ നിൽക്കുന്ന കുറച്ച് മെറ്റലാണ്. ഇത് വന്നിട്ട് പൊടിയും ഈ ചെടി വളരാനുള്ള മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ചെടി അക്വേറിയത്തിൽ ചെടി വളർത്താനുള്ള മണ്ണാണത്. പിന്നെ കുറച്ച് ഗ്രാനൈറ്റിൻ്റെ ബിറ്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത്ര സാധനങ്ങൾ ലെയർ ആയിട്ട് വെച്ചിട്ടാണ് നമ്മളെ പാഷ്യോ പോണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിത് ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത് കരിയാണ്. കരി എന്ന് പറയുന്നത് ശരിക്കും ഇത് മരക്കരിയാണ്. കരി ശരിക്കും ഒരു ഫിൽറ്ററിങ് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യും. അതായത് വെള്ളം ഫിൽറ്റർ ചെയ്യാനും വെള്ളം ക്ലിയർ ആയിട്ടിരിക്കാനൊക്കെ നല്ലതാണ് കരി. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് കരി ചേർക്ക്. അത് കരി എടുക്കുക, കയ്യിലാക്കല്ലേ, കുറച്ചിട്ടാൽ മതി. മതി ഇത് ബാക്കി നമുക്ക് ഗ്രില്ലടിക്കാം. മാറ്റി വെക്കാം. അതിനുശേഷം അപ്പോൾ കരി നമ്മൾ വെച്ചു. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് പ്ലാന്റ് വെക്കുക. ഈ പ്ലാന്റ്സും ഈ പോട്ടും എല്ലാം മേടിച്ചിരിക്കുന്നത് എറണാകുളത്തുള്ള ഹഗ്ഗെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെ ഷോപ്പാണ്, പ്രീജ എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്നാണ് അതെല്ലാം മേടിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പ്ലാന്റ് ഇതിൻ്റെ പേരൊക്കെ പ്രീജ പറഞ്ഞു തന്ന, പക്ഷേ വലിയ പേര് ഇവിടെ എത്തിയപ്പോൾ മറന്നുപോയി. പേരൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇത് വീഡിയോ ഇടുന്ന സമയത്ത് പേരൊക്കെ കാണിച്ചു തരാം, ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. അപ്പോൾ അടുത്തതായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ മേലിലേക്ക് നമ്മൾ വൈറ്റ് പെബിൾസ് നേരത്തെ കാണിച്ചത് ഇടും. ചുറ്റിനുള്ളൂ ആ ചെടിയുടെ മേലേക്ക് ഇടല്ലേ, ചുറ്റിനും ഗ്രേവല്
അതൊക്കെ ഇടണം. അത് ഇട്ടിട്ട് ഒരുമിച്ച് നമുക്ക് റെഡിയാക്കാൻ പഠിക്കണ്ട. ഓക്കെ, നമ്മളിട്ടു. അടുത്ത ചെടി എടുത്തുണ്ടോ? ഇത് നമുക്ക് അടുത്ത ചെടിനകത്തേക്ക് വെച്ചു കൊടുക്കാം. ഫോൺ എടു, ഫോൺ അതന്നെ. അടുത്ത ഫോൺ നമ്മൾ വെക്കുകയാണ്. ഫോൺ നമ്മൾ വെച്ച് റെഡിയാക്കിയിരിക്കുകയാണ്. നമുക്കിതിനകത്തേക്ക് ഈ കറുത്ത മണ്ണ് കുറച്ച് കൈ കെടുക്കണം കേട്ടോ. അമ്മായി മതി, ചെളിയ ബ്ലാക്ക് മണ്ണ് അതിനകത്തേക്ക് ഇടാം. ഇതൊന്ന് റെഡി ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ ഈ ഗ്രാനൈറ്റിൻ്റെ ബിറ്റ് ചേർക്കാം. കുറച്ച് ചേർക്കാം. അങ്ങനെ ഞാനായിട്ടോ അപ്പോൾ മൊത്തത്തിലൊരു ഡസ്റ്റ് പൊടി ആയിട്ടുണ്ട്. നമ്മൾ ഇതൊന്ന് ഇതിൻ്റെ ഏതൊക്കെ ലെവലൊക്കെ റെഡിയാണോ എന്ന് നോക്കണം. നമ്മളൊരു ഡ്രിഫ്റ്റ് വുഡ് ഉണ്ട്. ഇത് ഓൾറെഡി അക്വേറിയത്തിലുണ്ടായിരുന്ന ഡ്രിഫ്റ്റ് വുഡാണ്. ഡ്രിഫ്റ്റ് വുഡിൻ്റെ പ്രത്യേകിച്ച് ഡ്രിഫ്റ്റ് വുഡ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കും. അതുകൊണ്ട് ഇത് ഭയങ്കര പ്രത്യേകതയാണ്. വാർത്തയായിട്ട് അത് വേണ്ട. ഇത് ഡ്രിഫ്റ്റ് വുഡാണ്. ഡ്രിഫ്റ്റ് വുഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചെടുക്കാൻ പോകും. അപ്പോൾ ഇത് സെറ്റായി. ഓക്കെ അല്ലേ? ഇനി നമുക്കിത് നമ്മൾ ഏകദേശം സെറ്റ് കഴിഞ്ഞു. നമ്മളിനി അത് തിരിച്ചെടുത്ത് അങ്ങോട്ടേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എടുത്ത് മാറ്റാൻ എളുപ്പമാണ്. ഇത് കെട്ടിയെടുത്ത് ബാക്കിൽ വെച്ചിട്ട് ഫോണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിങ്ങനെ വെച്ചു. നമുക്ക് വേണ്ടത് വെച്ചതിന് ശേഷം നമ്മുടെ ഈ പശുപോണ്ടിൻ്റെ ചെടി എടുത്ത് നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് താഴെ കിടക്കും. ഓക്കെ, ഏകദേശം സെറ്റായിട്ടിരിക്കുന്നുണ്ട് അല്ലേ? കട്ടി ബാക്കി വരുന്ന കുറച്ച് ഈ മെറ്റൽസ് എല്ലാം നമ്മൾ ഇതുമാണ്. ഇനി ബാക്കി ഈ ബ്ലാക്ക് തന്നെ നിർത്തിക്കോ. കണ്ണ ഈ ബ്ലാക്കില്ലേ, ഇത് എൻ്റെ മേലെ ഇങ്ങനെ ആ നിറയ്ക്കാം. വെള്ളം കലങ്ങാതിരിക്കാൻ ഞാൻ ഒരു പാത്രം വെക്കുന്നുണ്ട്. അതിനകത്തേക്കാണ് ഇത് ഇറക്കി വെച്ചിരിക്കുന്നത്. ഇത് മൊത്തം നിറയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. One eternity later.
ഇപ്പോൾ പോണ്ട് വെള്ളം നിറഞ്ഞ് സെറ്റായി കഴിഞ്ഞ് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ആഡ് ചെയ്യണം. 2 ടൈപ്പ് വാട്ടർ പ്ലാന്റ്സ് ആണ്. ഇതൊരെണ്ണം, പിന്നെ ഇതുപോലെ വേറെ ടൈപ്പും കൂടെ ഉണ്ട്. ഇത് വേണ്ട, ഇതുപോലത്തെ ഒരെണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ ഈ 2 ടൈപ്പും വാട്ടർ പ്ലാന്റ്സും നമുക്കിതിനകത്തേക്ക് നമ്മുടെ പാഷ്യോ പോണ്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റമാണ് ആഡ് ചെയ്യാൻ പോകുന്നത് ഗപ്പി. ഞാൻ എടുത്തിരിക്കുന്നത് റെഡ് ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടൊരു ബ്രീഡാണ്. 4 ഫീമെയിലും 2 മെയിലാണ് എടുത്തിരിക്കുന്നത്. അത് കിടാം. അങ്ങനെ നമ്മുടെ പാഷ്യോ പോണ്ട് വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ പാഷ്യോ പോണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.